ഹലോ ഗൈസ്, നമുക്കിന്നൊരു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഷെഫ് എന്താ പറയുന്നത്? കുനുകുനെ കുനുകുന കണ്ടപ്പോ മനസ്സിലായില്ലേ? ഇന്നത്തെ ഷെഫ് മിസ്റ്റർ പ്രജീഷ് ഗോമതിയാണ്, അഥവാ എന്റെ ഭർത്താവ്. അപ്പൊ എന്തായാലും നമ്മൾ സ്റ്റൗ കത്തിച്ചു. മൺചട്ടിയിലാണ് നമ്മൾ ഇന്നത്തെ ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയമാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ കുനുകുന അരിഞ്ഞ ചെറിയുള്ളി, അതിന്റെ ഒപ്പം തന്നെ നീളത്തിലരിഞ്ഞ സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വരണം. അതിനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി ആൻഡ് പച്ചമുളക് നമ്മൾ ചതച്ചതാണ്. ഒന്ന് തിരികെ ക്യാമറ തിരിയുമാണ്. എനിക്ക് പറഞ്ഞാലും ടെൻഷനില്ല. ഇതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ മോൻ ഹായ് ചിത്തു. ഹായ് ഹായ് ചിത്തു. അമ്മേ അമ്മേ. ഇതിന്റെ പച്ചമണം പോകുന്നവരെ നമ്മളിതിന് വഴറ്റിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിന്റെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, നോർമൽ മുളക് പൊടി. ഇത് നാലുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന്റെ ഒന്നും കണക്കും അളവും ഒന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്രാബിന്റെ കണക്കനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്റ്റൗ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി ഈ മസാലപ്പൊടികളൊന്നും കരിഞ്ഞു പോകാതെ നല്ലപോലെ ഒന്ന് ഇളക്കണം. അതിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ക്രാബ് റോസ്റ്റ് ആണ്, അപ്പൊ അതുകൊണ്ട് വല്ലാതെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പെരുംജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ദാ നമ്മുടെ താരമെത്തി. ഇതാണ് നമ്മുടെ ഞണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഞണ്ട് കുട്ടന്മാരെയൊക്കെ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ടൈമാണ്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എന്താണ് ഒരു പ്രോത്സാഹനമൊന്നും തരാത്തത്? ഇതെന്റെ ഭർത്താവാണ് കുക്ക് ചെയ്യുന്നത്. പക്ഷെ കുക്കിംഗ് ഒട്ടുമേ അറിയാതിരുന്ന ഞാൻ ഇപ്പൊ കുറേ എഫേർട്ട് എടുത്ത് കുക്കിംഗ് പഠിച്ച് കുക്കിംഗ് എൻജോയ് ചെയ്ത് ചെയ്യുന്നത് ഈ യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഇടയ്ക്കൊക്കെ കുറച്ച് കോമൻസ് ഒക്കെ ഇട്ടാൽ എനിക്കൊരു സന്തോഷമാവും. അപ്പം ആ പറഞ്ഞ നേരത്തെ നമ്മുടെ ഞണ്ടെല്ലാം നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇപ്പൊ ദാ മൂടി തുറന്നപ്പോ വന്ന മണം, എൻ്റെ അമ്മേ, ഇപ്പോഴും എൻ്റെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട് ആ മണം. അപ്പോ എന്തായാലും ഏകദേശം ഇത് സെറ്റായി വരുന്നുണ്ട്. നമ്മൾ അതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഇനി ഒരു ഇൻഗ്രീഡിയന്റും കൂടെ ബാക്കിയുണ്ട്. അതാണ് നമ്മുടെ തക്കാളി. ഇതെനിക്കൊരു അത്ഭുതമായിരുന്നു. ഞാൻ എപ്പോഴും കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യമേ നമ്മൾ എല്ലാം വാട്ടുന്നതിന്റെ കൂടെ തക്കാളി ചേർക്കും. പക്ഷെ എന്റെ ഭർത്താവ് പറഞ്ഞു തക്കാളി ലാസ്റ്റാണ് ചേർക്കേണ്ടതെന്ന്. എന്തായാലും പുള്ളിക്കാരത് ലാസ്റ്റാണ് ചേർത്തത്. അതിന്റെ പുറമെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ആഹാ, വീണ്ടും മൂടി തുറന്നപ്പോഴേക്കും എല്ലാം നല്ല പോലെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ആ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ ഞണ്ട് റോസ്റ്റിന്റെ ഏകദേശം ഒരു ഫൈനൽ രൂപം. എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോ ഓക്കെ, ബൈ.